CMRL എക്സാലോജിക് വിവാദത്തിനൊടുവിൽ വലിയ രീതിയിലുള്ളൊരു അന്വേഷണവുമായി ED മുന്നോട്ട് പോവുകയാണ്. ഈ മാസപ്പടി വിവാദത്തിൽ വീണ ടിയെ കുരുക്കി പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ED കടക്കുകയാണ്. അതായത് ഇന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണ പുരോഗതി ഉണ്ടായിരിക്കുകയാണ്. നിലവിൽ 8 ഇടത്താണ് ED റെയ്ഡ് നടത്തിയിരിക്കുന്നത്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള 8 ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള റെയ്ഡ് വളരെ പെട്ടെന്ന് തന്നെ നടത്തിയിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വളരെ വ്യാപിപ്പിക്കുകയാണ്. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം നേരത്തെ നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡുകൾ നേരത്തെ പുരോഗമിച്ചിരുന്നു. തിരുവനന്തപുരത്തെ ബാങ്കുകളിലടക്കം ഈ റെയ്ഡ് പുരോഗമിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ 2 തവണ വീണ ടിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു. റെയ്ഡ് നടത്തുന്നതിൻ്റെ ഭാഗമായി തന്നെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ വീട്ടിൽ പോലും വലിയ രീതിയിലുള്ള പരിശോധന EDയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം വരെ ഉണ്ടായ സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 2ാം ഘട്ടം എന്നുള്ള നിലയിൽ കൂടുതൽ പരിശോധനകൾ നടത്തി വരുന്നത്. ഏകദേശം 2.78 കോടി രൂപയാണ് അനധികൃതമായി കൈപ്പറ്റിയത്, വീണ ടി കൈപ്പറ്റിയതെന്നുള്ളൊരു കണക്കുകൂട്ടലിൽ എത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലുള്ള തുടരന്വേഷണത്തിൽ ഈ പണം കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടന്നതാണെന്നുള്ള ഒരു പരിധിയിൽ ഉൾപ്പെടുത്തി തന്നെയാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു അന്വേഷണം പുരോഗമിക്കും. അതോടൊപ്പം തന്നെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപായുള്ള അവസാനഘട്ട പരിശോധനയാണ് ഇപ്പോൾ നടന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.